ഗോവിന്ദന്റെ വാക്കും പഴയ ചാക്കും. കഴിഞ്ഞയാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞിരുന്നു, രാഹുലിനെ ഞങ്ങൾ പാലക്കാട് തടയില്ല. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ മറ്റ് കേസുകളോ മറ്റ് നിരോധനാജ്ഞകളോ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പ്രവേശിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഞങ്ങൾ തടയില്ല, ഇടതുപക്ഷം തടയില്ല എന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുവാനും ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ വിഷയം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ നിന്നും തന്നെ അവരുടെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിനെ ഒരു നിയമപരമായി നേരിടാൻ സാധിക്കത്തില്ലെന്നും നിയമപരമായി മുന്നോട്ട് പോയാൽ തിരിച്ചടി ഏറ്റുവാങ്ങുമെന്നും ഉറപ്പുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ ഒരു പുകമറയിൽ, ഒരു സംശയനിഴലിൽ നിർത്തി ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോകുക എന്നതായിരുന്നു അവർ ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ മുഴുവൻ രാഹുലിനോടൊപ്പമാണ്. രാഹുലിനെതിരെ ഒരു നടപടിയെടുത്താൽ അത് ജനവികാരം തങ്ങൾക്ക് എതിരാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഗോവിന്ദൻ അപ്രകാരം ഒരു നിലപാട് എടുത്തതും അത് അറിയിച്ചതും. എന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തിയപ്പോൾ ആദ്യം BJP പ്രവർത്തകർ കുറെ പേരെ ഇറക്കി പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് DYFIയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ അവർ ഒരു വിളംബര ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈക്കിളിൽ മൈക്ക് വെച്ച് കിട്ടി കുറെ DYFI പ്രവർത്തകർ അമ്മവെങ്ങന്മാർ സൂക്ഷിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ ഇപ്രകാരം ഒരു വിളംബര ജാഥ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അങ്ങ് കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന ഇടതുപക്ഷത്തെ ആഭാസന്മാരെ, അമ്മപെങ്ങന്മാർ ഇതുപോലുള്ള ആഭാസന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ഇവന്മാരുടെ കട്ടൗട്ടറും വെച്ച് സത്യം പറഞ്ഞാൽ ഒരു റോഡ് ഷോ അല്ലേ ഇവന്മാർ നടത്തേണ്ടത്. കൊല്ലംകോഴി മുകേഷ് ഒരു വീടിന്റെ 2 കിലോമീറ്ററിന്റെ അകലെ പോലും സഞ്ചരിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ലാത്ത കൊല്ലംകോഴി ആദ്യ ഭാര്യ പറഞ്ഞു, വിവാഹത്തിന്റെ അടുത്ത ദിവസം മുതൽ ഇവന്റെ വ്യഭിചാരം കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞ്, പീഡനം സഹിക്കാൻ വയ്യാഞ്ഞ് സ്ത്രീകളെ വീടുകളിൽ കൊണ്ടുവന്ന് ഇവൻ മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. ഭാര്യ കാണുക ഇത്തരം ബന്ധങ്ങൾ നടത്തുന്നു. വീടുകളിൽ അഭിവസാരികമാരെ കൊണ്ടുവന്ന് മദ്യം കഴിച്ച് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് ബന്ധപ്പെടുന്നു, കുട്ടികളുടെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നു. ഈ നാണംകെട്ട ആഭാസനെ അവര് സഹികെട്ടാണ് സരിത എന്ന ഭാര്യ കളഞ്ഞിട്ട് പോയത്. അതിനുശേഷം ഒരു നർത്തകിയെ വലവീശി പിടിച്ചു. ഇവൻ വെറും ആഭാസനാണെന്നും വ്യഭിചാരിയാണെന്നും മനസ്സിലായി. അവരും രക്ഷപ്പെട്ടു. ഇപ്പോഴും ഈ പ്രായത്തിലും ഈ മുതുകോഴി കോഴിപിടുത്തവുമായി നടക്കുന്നു. ഈ ആഭാസനെയാണ് കൊല്ലത്തെ ജനങ്ങൾ വീണ്ടും ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചത്. രാഹുൽ നിയമസഭയിൽ ആദ്യ ദിവസം എത്തിയെങ്കിൽ പോലും ഈ കൊല്ലംകോഴി ഇതുവരെ നിയമസഭയിൽ എത്തിയില്ല എന്ന് ആരും ശ്രദ്ധിച്ചുമില്ല. ഇതൊരു ചർച്ചാ വിഷയവുമായില്ല. കോഴി എവിടെ പോയി എന്നറിയില്ല. അതുപോലെ തന്നെ ശശീന്ദ്രൻ, അങ്ങനെ എത്രയെത്ര ലക്ഷണമൊത്ത കോഴികൾ നിയമസഭയിൽ ഇരിക്കുമ്പോഴാണ് യുവമാർ ഇപ്രകാരം ഒരു പ്രഹസനം നടത്തുന്നത്, സ്വയം അപഹാസ്യരാകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ആഭാസന്മാർ ഇതുപോലെ വിളംബര ജാഥ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇവന്മാരുടെ നേതാക്കന്മാരെ കൂട്ടിയായിരുന്നു ഇതുപോലൊരു വിളംബര ജാഥ നടത്തേണ്ടിയിരുന്നത്. കാരണം ഒരു വലിയ മാർച്ചിനുള്ള ആളുകൾ ഈ കാറ്റഗറിയിൽ വരുന്നവർ ഈ CPM-ലും ഈ LDF-ലും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇത് രാഷ്ട്രീയമാണ്, ഇവന്മാരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പ്രതികരിച്ചില്ലെങ്കിലോ എന്ന് ആരെങ്കിലും ചോദിച്ചാലോ എന്ന് കരുതിയാവാം ഒരുപക്ഷെ ഇവന്മാർ ഈ ഒരു ആഭാസ പ്രകടനം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും രാഹുൽ ഭയപ്പെടില്ല. പാലക്കാട്ടെ ജനങ്ങൾ ഈ വൃത്തികെട്ടന്മാരെ, ഈ ഇടതുപക്ഷത്തിനും BJP-ക്കും ശക്തമായ മറുപടി രാഹുലിലൂടെ നൽകിയതാണ്, ഞങ്ങൾക്ക് ഇവനെ മതി എന്ന്. അങ്ങനെ പ്രത്യുൽപാദന ശേഷിയുള്ള ആണാണെന്ന് തെളിയിച്ച പൗരുഷമുള്ള രാഹുൽ പാലക്കാട്ടേക്ക് വന്നു. മറ്റുള്ള ശിഖണ്ഡികൾക്കൊന്നും അവിടെ സ്ഥാനമില്ല എന്ന് ഓൾറെഡി ജനങ്ങൾ തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രഹസനങ്ങൾ കൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകില്ല, ദോഷമേ ഉണ്ടാകുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നമുക്കിനി പാലക്കാട്ട് DYFIയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ
ആ വിളംബര ജാഥ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. ശ്രദ്ധയ്ക്ക് പാലക്കാടിന്റെ പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മമാർ, സഹോദരിമാർ, പെൺകുട്ടികൾ, ട്രാൻസ്ജെൻഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. പാലക്കാട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ വാട്സാപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, ടെലഗ്രാമിൽ 12 മണിക്ക് ശേഷം ഗൂഗിൾ പേയിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ആരും തന്നെ റീപ്ലൈ കൊടുക്കരുത്. വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇറങ്ങിയ വിവരം വ്യസന സമേതം ഡിവൈഎഫ്ഐ അറിയിക്കുകയാണ്. വസ്ത്രവ്യാപാരികൾ തുറത്തിവെച്ചിരിക്കുന്ന പ്രതിമകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ പ്രതിമകൾ ഉണ്ടെങ്കിൽ എടുത്തുള്ളിൽ വെക്കണമെന്ന് ഡിവൈഎഫ്ഐക്കാരുടെ ആ പ്രകടനം കണ്ടല്ലോ. എം വി ഗോവിന്ദന്റെ വാക്കും പഴയ ചാക്കും ഏതാണ്ട് ഒരുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓൾറെഡി CPM-കാർ തന്നെ പറയുമായിരുന്നു ഇത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്, പിണറായിയുടെ ഒരു ആശ്രിതനാണ്, ഒരു പദവിക്ക് അല്ലെങ്കിൽ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരാളെ അവിടെ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞത് വളരെയേറെ യാഥാർത്ഥ്യമാണ്. കാരണം ഇയാളുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയുമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഓരോ ഘടകങ്ങൾ, ആ ഘടകങ്ങൾ അവർക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കും. സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിന് വെറും പഴയ ചാക്കിൻ്റെ പോലും വിലയില്ല എന്ന് ഇതാ ഡിവൈഎഫ്ഐക്കാർ തെളിയിച്ച ആ കാഴ്ചയാണ് നാം കണ്ടത്. പക്ഷേ ഇതും കൊണ്ടൊന്നും രാഹുൽ ഭയക്കില്ല. അദ്ദേഹം മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞു, മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു. ഇവന്മാർ ആകെ നാണം കെട്ട് പെട്ടുപോയത്. അദ്ദേഹം ഇന്ന് പോയത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മരണ വീടുകളിലാണ്. മരണ വീടുകളിൽ പോയി ഇവന്മാർക്ക് മുദ്രാവാക്യം വിളിക്കാൻ പറ്റുമോ? ഈ നാണം കെട്ടവന്മാർക്ക് ഇവന്മാരുടെ അച്ഛൻ്റെ ബുദ്ധിയാണ് രാഹുലിനുള്ളത്. അതുകൊണ്ട് ഇവന്മാർ എവിടെങ്കിലുമൊക്കെ നിന്ന് കുരയ്ക്കുന്നതല്ലാതെ രാഹുൽ പോകുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ പരിസരത്ത് പോലും അവന്മാർക്ക് എത്തുവാൻ സാധിക്കില്ല. കാരണം അതെല്ലാം മരണവീടാണ്. മരണവീടിൻ്റെ മുന്നിൽ ഇവന്മാർ പോയി ഇത്തരത്തിലുള്ള പട്ടി ഷോ കാണിച്ചാൽ ആ വീട്ടുകാർ അവന്മാരെ കൈകാര്യം ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ പൊന്നു മണ്ടന്മാരെ, രാഹുലിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ നീയൊന്നും ആയിട്ടില്ല. പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നീയൊക്കെ ഒരു 10-15 വർഷം കൂടെ എടുത്ത് ശ്രമിക്കുക. ഒരുപക്ഷെ രാഹുലാകാൻ പറ്റുമായിരിക്കാം. ശ്രമിക്കുക. ഇനി നമുക്ക് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. രാഹുൽ വന്ന സന്തോഷത്തിൽ പ്രതികരിക്കുന്ന ലോകമെമ്പാടുമുള്ള രാഹുലിനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങൾ. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എൻ്റെ പേര് മണി. ഞാൻ ചില കാര്യങ്ങൾ ഈ ന്യൂസ് ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം ഒരുവിധം കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളുമാണ്. നിങ്ങളെ ചാനലിൽ കൂടെ പുറത്തു വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ട് തരികയാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ VD സതീശനും ചെന്നിത്തലയും ഒക്കെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. ചെന്നിത്തല പറയുന്നത് എന്താണ്? ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത്. മറ്റേ ചെന്നിത്തല VD സതീശൻ പറയണത് ഞങ്ങള് 101 സീറ്റ് നേടും എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ പറയുകയാണെങ്കിൽ പോലും ഇവരോട് നമുക്ക് പറയാനുള്ള എന്താ പറഞ്ഞാൽ ഓരോരോ മണ്ഡലം കമ്മിറ്റീൻ്റെ മീറ്റിംഗ് വിളിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് അറിയാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കമ്മിറ്റികളിലൊക്കെ ഒരുപാട് ആളുകൾ കാര്യങ്ങളൊക്കെ ഇവർ നോമിനേറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മീറ്റിംഗ് കൂടിയാൽ ഒരു 20 ആളെ ഇവർക്ക് ഒരു മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ 10 വർഷം പോലെയായി. ഞാനൊരു കോൺഗ്രസിന്റെ അടുത്ത പ്രാദേശിക നേതാവായിരുന്നു. പക്ഷെ 10 വർഷം പോലെയായി നമ്മൾ ഇപ്പം വർക്ക് ചെയ്യാൻ നേതാക്കന്മാർ ഏതായാലും സമ്മതിക്കില്ല. കാരണം ഇപ്പം വോട്ട് ചോർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന മാതിരിയുള്ള പരിപാടികൾ നമ്മൾ കേരളത്തിൽ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഒരാൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളുകൾക്ക് ഒരാൾക്ക് 2-3 വോട്ടാണ് വാർഡുകളിലുള്ളത്. ഇപ്പോഴും നിലവിൽ അതാണ് ഉള്ളത്. ഇലക്ഷൻ വരും പോവും. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ പോലും ഒരു കോൺഗ്രസ്സുകാരന് എത്തുകയോ ഇല്ലെങ്കിൽ നോട്ടീസോ കാര്യങ്ങളോ വീര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല. എന്തിനേറെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബൂത്തിൽ കുത്തിരിക്കാൻ പോലും ആളുകളില്ലായിരുന്നു. വോട്ടർമാരാരാന്നുള്ളത് കോൺഗ്രസ്സുകാരന്റെ ബൂത്ത് കുത്തിരിക്കാനൊന്നും അറിയില്ല, മറ്റൊന്നും അറിയില്ല. ഇവരെന്ത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ വെക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം,
നിങ്ങൾ 2 ഹിന്ദിക്കാരെ ഏൽപ്പിക്കുക. 1000 ഉറുപ്പ്യ കൊടുത്തും കഴിഞ്ഞിട്ട് ഒരു ഏരിയ മുതൽ ഒരു ഏരിയ വരെയുള്ള വീടുകളിലൊക്കെ ഈ നോട്ടീസ് ഇട്ടേച്ച് പോയിക്കോളി. എന്നാൽ ഒരു ഇലക്ഷൻ ഉണ്ടെന്നും അവിടെ നിന്നുള്ള ഒരു പ്രതീതി വരും എന്നുള്ളത് വരെ ഞാൻ മണ്ഡലം കമ്മിറ്റീനെ അറിയിച്ചതാ. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം പ്രസിഡന്റിനോട്, ബൂത്ത് പ്രസിഡന്റിനോട്, മറ്റേ ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റിനോട്, സംസ്ഥാന കമ്മിറ്റി അംഗത്തിനോട് എല്ലാം വിളിച്ച് പറഞ്ഞിനി. കാരണം എന്താ പറഞ്ഞാൽ ബൂത്തിൽ വരുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ ബൂത്തിന്റെ പുറത്ത് ഒരു സ്ലിപ്പ് എഴുതി കൊടുക്കാനോ ആളിലേറ്റ് ധാരാളം ആളുകൾ തിരിച്ചു പോവുക ചെയ്തത്. ഈ രീതി തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഒറ്റ സീറ്റും കോൺഗ്രസിന് കിട്ടൂല. 100% ഉറപ്പാണ്. 100% ഉറപ്പാണ് കോൺഗ്രസിന് കോഴിക്കോട് ജില്ലയിൽ ഒറ്റ സീറ്റും കിട്ടൂല. ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാനിപ്പോ പാർട്ടിന്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. കാരണം കെ സുധാകരൻ പറഞ്ഞ മാതിരി മാർക്സിസ്റ്റ് പാർട്ടിന്റെ പീഡനം ഏറ്റും കഴിഞ്ഞിട്ട് ഉപരോധങ്ങൾ ഏർപ്പെട്ടും കഴിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു മാർക്സിസ്റ്റുകാരൻ, ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. പക്ഷെ നമുക്കതിൽ വേദന ഉള്ളതിനെ കൊണ്ടാണ് ഇവരോട് പറഞ്ഞത് നമ്മള്. കാരണം നമുക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് സ്ഥാനങ്ങൾ വേണ്ട. നമ്മൾ പറയണത് എന്താ പറഞ്ഞാല് നമ്മളെ നാട്ടിൽ നമ്മൾ കോൺഗ്രസ് ഉണ്ടാക്കാന്നില്ല. അത് ഇവർ സമ്മതിക്കില്ല എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ ഇവർ ചുറ്റിപ്പറ്റിയുള്ള ആരെങ്കിലും ഒക്കെ ആക്കും, ഇലക്ഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകും, എന്തെങ്കിലും ജില്ലയുടെ കാര്യം ഇതിലൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് തിരുവ കാര്യം എടുത്ത് കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോകും. ഇവർക്ക് അറിയണമെങ്കിൽ സതീശനോടും ചെന്നിത്തലയോടും പറയണമെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റി വിളിക്കുക. ആ മണ്ഡലം കമ്മിറ്റിയിൽ അവിടുത്തെ മണ്ഡലം ഭാരവാഹികളെ, ബൂത്ത് ഭാരവാഹികളെ, ഇപ്പം ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ഞാൻ പറയുന്നില്ല, ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിൽ ഏകദേശം 15,000 വോട്ടുണ്ട്. ആ മണ്ഡലത്തിൽ 10,000-ലേറെ വോട്ടും കോൺഗ്രസ് UDFനുള്ളതാണ്. കാരണം ലീഗിനും ആണ് കയ്യിൽ ഒരു മെജോറിറ്റി എങ്കിൽ കോൺഗ്രസും കൂടെ ഉള്ളതാണ്. പക്ഷേ അവിടെ ഒരു വർക്കും കോൺഗ്രസ് നടത്തുന്നില്ല. നടത്താത്തത് മാത്രമല്ല ഭാരവാഹി എമ്പാടുണ്ടാവും. കാരണം മണ്ഡലത്തിന്റെ 11 ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്. ബൂത്ത് ഉണ്ടെങ്കിൽ 11 ബൂത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം കൂടുകയാണെന്നാണെങ്കിൽ ഒരു 11, 3, 33 വരണം. മണ്ഡലം കമ്മിറ്റിന്റെ ആൾ വരികയാണെങ്കിൽ ഒരു 10 ആൾ വേണം. വനിതന്റെ ആൾ വേണമെങ്കിൽ ഒരു 10 ആൾ വേണം. അതേപോലെ പോഷക സംഘടനയുടെ ആൾ വേണമെങ്കിൽ 10 ആൾ, ഏറ്റവും ചുരുങ്ങി കൂടി ആ രീതിയിൽ കൂട്ടുകയാണെങ്കിൽ ഒരു 100 ആൾ വരണം. ഒരു മീറ്റിംഗ് ഒരു വിളിക്കാൻ പറയും മണ്ഡലത്തിന്റെ ഒരു 25 ആളുണ്ടാവില്ല. പിന്നെ ഈ രീതിയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നിന്നുകയാണെങ്കിൽ 100 സീറ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അതിപ്പോ ഈ ഒരു ധരിപ്പിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. 100%, 100-ൽ 105% നല്ലതാണ്. കാരണം ഒരു പ്രവർത്തകൻ ഒരു അബദ്ധം ഇനി പറ്റിയോ പറ്റിയില്ല, ശരിയോ തെറ്റോ എന്ന് അറിഞ്ഞിട്ട് അവന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിക്കാതെ, എന്താ സംഭവം എന്നുള്ളത് അന്വേഷിക്കാതെ, ഈ നാട്ടിലില്ലാത്ത ചെന്നിത്തല വിദേശത്ത് നിന്ന് ഗൾഫിലവിടെ അന്നേ പറയാണ് രാഹുലിനെ പുറത്താക്കണം. ഈ ഇതിന് പുറത്താക്കണം എന്ന് പറയുകയാണെങ്കിൽ ഈ രാഹുൽ തന്നെ പോലീസുകാരായിട്ട് അന്ന് ഒരു റെയ്ഡിന്റെ കാര്യത്തിൽ തട്ടിക്കയറിയ സമയത്ത് ഇയാൾ പറഞ്ഞ പക്വതല്ല എന്ന്. ഇയാൾ ഈ പക്വതല്ല എന്ന് പറയാണോ വേണ്ടത്? അവനാണ്ട് കുട്ടികളെ എന്തെങ്കിലും ഒരു തെറ്റിനെ സംഭവിക്കുകയാണെങ്കിൽ അത് സീക്രട്ടായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന സ്ഥാനത്ത് ഇയാൾ തന്നെ പറയാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇതില്ല, യൂത്ത് കോൺഗ്രസ്സുകാർക്ക്. പിന്നെ എങ്ങനെയാ നമ്മളൊരു പ്രവർത്തനത്തിന് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ പാര വെക്കുമ്പോൾ നമുക്ക് എത്രയാ ശക്തി ഉണ്ടാവുക? അപ്പോൾ ഇവര് കോൺഗ്രസിനെ രക്ഷിക്കുകയല്ല, നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സുകുമാരൻ നായർ പോകാന്നുള്ളത് മാത്രമല്ല, ഒരൊറ്റ സീറ്റും കോഴിക്കോട് ജില്ലയിൽ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിന് കിട്ടൂല, ലീഗിന് കിട്ടും. ലീഗിന് കിട്ടുന്ന പറഞ്ഞാൽ ലീഗ് നിൽക്കുന്ന സ്ഥാനാർത്ഥി നിൽക്കുന്നിടത്തിൽ ലീഗുകാരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇനി വിട്ടിക്കുന്ന കോൺഗ്രസ്സുകാരായാൽ പോലും അവരെ നേരിട്ട് കണ്ട് ഓരോ വീട്ടിൽ പോയി ഓരോ വോട്ട് എങ്ങനെയെങ്കിലും ഒരു പെട്ടിയിലാക്കുകയും ചെയ്യും, അത് ജയിക്കുകയും ചെയ്യും. പറയുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ കാരണം ഇവരൊന്നും മനസ്സിലാക്കണം, 100 സീറ്റ് ഇട്ടെന്ന് പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ലാതെ ഇവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇവരൊന്നും അന്വേഷിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഓരോരോ മണ്ഡലം കമ്മിറ്റി വിളിച്ചിട്ട് ഇവര് ഒന്ന് നോക്കിയാൽ ഇവർക്ക് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്നുള്ളതാണ്. കെ സുധാകരനെ പോലെയുള്ള ആളുകൾ ഇല്ലാത്തതിനെ കൊണ്ട് അയാൾ എന്ത് പ്രശ്നമായാലും ശരി അണികളെ കൂടുതൽ നിൽക്കണ ഒരേ ഒരു നേതാവ് ഇന്ന് കെ സുധാകരൻ തന്നെ. നല്ല നേതാക്കന്മാരെ മുഴുവൻ വെറുതെ അല്ല കോൺഗ്രസിലെ ആളുകൾ മുഴുവൻ ഇതായിട്ടും പോലെ ഞാൻ തന്നെ 10 വർഷമായിട്ട് ഈ ആക്റ്റീവ് വർക്കിൽ ഒഴിഞ്ഞു നിൽക്കുക. ഇക്കഴിഞ്ഞ പ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അതിലെങ്ങനെ വന്ന സമയത്ത് ഞാൻ ആ കുട്ടികളെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ചായ കുടിച്ചോന്ന് ഇല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് വന്നോളി, ഹോട്ടലിൽ ഞാൻ ഏൽപ്പിച്ചു തരാം, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ട ഭക്ഷണം കഴിച്ചോളി. ആ ഒരു വീട് കയറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം തെറ്റിപ്പോയതാ. അവരോട് ഭാഗം തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവിടുത്തെ നേതാക്കൾക്ക് അറിയില്ല ഓരോ വാടക ഏതാന്നുള്ളത്.
മണ്ഡലം പ്രസിഡന്റും ഉണ്ട് കൂടുതൽ. അയാൾക്ക് ചെല്ലുക ഇവരെ എവിടെ കയറേണ്ടതെന്നുള്ളത്. അങ്ങനെ എത്തിപ്പെട്ടത് നമ്മളെ ഏരിയ കൂടെയാണ് എത്തിപ്പെട്ടത്. ആരോ പറഞ്ഞിട്ടുണ്ടാവും, അവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആൾ വന്നപ്പോൾ ആളും പറഞ്ഞു നമുക്ക് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള സ്നേഹം ഉള്ളതിനെ കൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ ഇവര് ഈ പറയുന്ന 100 പേജ് ഇട്ടെന്ന് പറഞ്ഞ് ഇലക്ഷൻ കഴിയുന്നേരെ ഇവരൊരു കമ്മിറ്റി ഉണ്ടാക്കൂല ഒന്നും ഉണ്ടാക്കൂല. ഇവർക്ക് വേണമെങ്കിൽ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ഓരോ മണ്ഡലം കമ്മിറ്റി വരുന്നിടത്തിൽ ഇവരൊന്ന് വന്നു നോക്കട്ടെ. മണ്ഡലം ഭാരവാഹികൾ മാത്രം പങ്കെടുക്കുകയാണെങ്കിൽ ഒരു മണ്ഡലം കമ്മിറ്റിയിൽ 100 ആൾ തന്നെ ഏറ്റവും ജീവിതം പങ്കെടുക്കണം. മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റുമാര്, വനിതകള്, INTC മറ്റേ മറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 100 ആളെങ്കിലും വേണ്ട സ്ഥാനത്ത് ഒരു 15 ആളെ വർക്ക് കിട്ടുന്നില്ല. പേര് പങ്കജ, പാലക്കാട് നിന്നാണേ. ഓ സന്തോഷമായി. സാറിന്റെ ഒറ്റ ഒരു എന്താ പറയാ, എങ്ങനെയാ പറയാ, എനിക്ക് പറയാനേ പറ്റില്ല. നന്ദി. എനിക്ക് നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് പോരാ, അത്രയ്ക്കും ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടാണ്. ഇവിടെ BJP-ക്കാർ കിടന്ന അവിടെ വലിയ ബഹളമാണല്ലോ. എന്തോ ഈ BJP-ക്കാരോട് എന്താ പറയാനുള്ളത്? ഇവരെ നിങ്ങൾ വെറുതെ ഇവർക്കൊരു പ്രസക്തിയും ഇല്ലാന്ന് വളരെ തെളിവല്ലേ രാഹുലിനെ നിങ്ങൾ വിജയിപ്പിച്ചത്? ഇവന്മാരത്തിന് അവിടെ കിടന്ന് കാറിക്കൂന്ന് കാട്ടിക്കോട്ടെ. ഒരു ദിവസം അല്ലേ, ഞാൻ അന്ന് സാറോട് പറഞ്ഞില്ലേ, ഒരൊറ്റ ദിവസം കാട്ടുള്ളൂ, പിന്നൊന്നും കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അത് നിങ്ങളുടെ ഒക്കെ ഉണ്ടല്ലോ സപ്പോർട്ട്. പിന്നെ എന്താ, നിങ്ങൾ നല്ലോണം ഞങ്ങൾക്ക് വേണ്ടി നല്ലോണം സപ്പോർട്ട് ചെയ്ത് നല്ലൊരു കുട്ടികൾ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടാക്കി തന്നു. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്തിനു പറ്റി ഇപ്പൊ അവൻ നല്ല കീഴടങ്ങിയതാണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ എന്ത് എങ്ങനെയൊക്കെയോ പറഞ്ഞു തന്നുകൊണ്ട് ഉഴപ്പിയത് കണ്ടില്ലേ വരാൻ വേണ്ടിട്ട്. ഇല്ല ഇനി ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായേ. ഇനി വാശി പിടിച്ചാൽ ഒന്നും നടക്കില്ല. ഞാൻ ഇനി എന്തായാലും ഒപ്പിട്ട് പോകേണ്ടി വരുന്നുള്ളത് നല്ലോണം മനസ്സിലായ കാരണം നല്ല ആള് ഒഴിഞ്ഞു മാറി വന്നോട്ടേ പറഞ്ഞു അല്ലേ. ഇറങ്ങിക്കോട്ടെ, ഞങ്ങൾ ഞാൻ ഫോണിലാണ് കണ്ടത്. രാത്രി എന്ന് പോകുള്ളൂ. ഇന്ന് 7 മണിയോടെ കൂടി ഞാൻ എൻ്റെ മക്കളോട് കൂടിയിട്ട് പോകാൻ പറ്റണം, വണ്ടി പിടിച്ചിട്ടേ. എന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇപ്പൊ കൂട്ടത്തിൽ പോയാൽ ശരിയാവില്ല. ഞങ്ങളെ അവനെ പോയി കാണുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഒരു വണ്ടി പിടിച്ചിട്ട് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരോട് കൂടി പോയി കാണും അവനെ. എന്നിട്ട് അവനൊരു ഉപദേശം കൊടുക്കണം. എന്താ ചോദിച്ചാൽ കൂടെ നിന്ന് കുടിവാല് വെട്ടുന്നവനെ അവർക്ക് സൂക്ഷിക്കണ്ടേ ഇനി അവന്. മനസ്സിലായോ സാറിന്? മനസ്സിലായോ? ഇനി കൂടെ നിന്ന് കുതികാല് വെട്ടുന്നവനെ ഇനി അവർക്ക് സൂക്ഷിച്ചിട്ട് പെരുമാറിയില്ല പറഞ്ഞ അവന്റെ കാര്യങ്ങളൊക്കെ പോക്കാം. നിങ്ങളുടെ ഒരൊറ്റ ഒരു പ്രചരണം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വെളി വന്നതും ഈ കാര്യങ്ങളൊക്കെ നടന്നതും. നിങ്ങളുടെ ഒരൊറ്റ ഒരു വാർത്ത കൊണ്ട് നടന്നതാണ് അവന് ഇവിടെ വെളിയിൽ കൊണ്ടുവന്നത്. നിങ്ങളുടെ ലൈവിൽ കൂടെ ഞങ്ങളെല്ലാ നാടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നത് കൊണ്ടല്ലേ ഇപ്പൊ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവന് ഇന്നിപ്പോ രക്ഷയുണ്ട് അവിടെ. സാറിന്റെ ഒരൊറ്റ സാറിന്റെ ഒരു അങ്ങനെ പറയാ. എനിക്ക് അതിന് 100 നന്ദിയാണ് സാറിനോട് പറയാനുള്ളത്. സാറിന്റെ നമ്മള് ഇതാ ജനങ്ങളുടെ പ്രതികരണം അറിയിച്ചു എന്നുള്ള ഒരു പ്രതികരണ വേദി എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പ്രസക്തി. അയ്യോ ഇല്ല നിങ്ങൾ നല്ലോണം അതിന് വേണ്ടി നിങ്ങൾ എന്താ പറയാ, നിങ്ങളോട് എങ്ങനെ ഞങ്ങൾക്കത് പറയാനുള്ള നാവുകളെ ഇല്ല. അത്രയും നിങ്ങൾ നല്ലോണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ എല്ലാവർക്കും നിങ്ങളോട് നന്ദിയാണ്. ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കാണും, ഞങ്ങൾ വരും. നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളോട് നല്ല നന്ദിയാണ് പറയാനുള്ളത്. അവനെന്തായാലും പാലക്കാട് എത്തിക്കുന്നവരെ നിങ്ങൾ കൂടെ നിന്ന് നിങ്ങൾ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. കാരണം ഇനി ഇദ്ദേഹത്തിന്റെ എടുത്ത പദവികൾ തിരികെ കൊടുക്കുക. അതായത് അദ്ദേഹത്തിന്റെ ഇവന്മാർ ഏത് പദവി എടുത്ത പദവികളെല്ലാം തിരിച്ചു കൊടുത്താലേ എന്താ പറയുക ഇതിനൊരു പരിഹാരമാവുന്നുള്ളൂ. അല്ലല്ല, ഞങ്ങൾ ഇനി ഇവിടെ ഇല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവനാണ് ഞങ്ങളുടെ വീടുകളിൽ വരേണ്ടത്. ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ഒറ്റ കയ്യെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ വീടുകളിൽ ഈ കുട്ടി കയറി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അവർ നിന്നാൽ മാത്രമേ ഞങ്ങൾ നോട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾ വോട്ടും ചെയ്യില്ല. ഞങ്ങൾ നോക്കി പറയൂ ഈ കാര്യങ്ങൾ. എന്താ ചോദിച്ചു പറഞ്ഞു ഇനി എങ്ങനെ വിശ്വസിക്കുന്നു? പിന്നെ ആ കുട്ടി എങ്ങനെ വിശ്വസിച്ചിട്ട് പിന്നെ നടക്കും? പിന്നെ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വന്നിട്ട് എന്തെങ്കിലും അവനെ അടുപ്പിക്കാൻ അയക്കുന്നില്ല. സാത്ത് കണ്ട പേടിച്ചിട്ട് ഇപ്പോൾ പിന്നെ അവന് എന്തെങ്കിലും വരുമോ? പേടിച്ചിട്ട് അതാണ് അവനും ഇവരൊക്കെ ഒരു ഇതായി നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി സാറിന് വേണ്ടി സാർ ഇനിയും ഇതിന് നിങ്ങൾ ഇതിനു വേണ്ടി നിന്നോളൂ. ഇനി മുൻഗണനയിൽ നിന്നിട്ട് അവനെ ഇനിയും ഓരോരോ കാര്യങ്ങൾ വാർത്തയ്ക്ക് അവൻ്റെ കൂടെ നിൽക്കണം. ഞങ്ങളൊന്ന് നിങ്ങളെ വിളിക്കുക. എനിക്കത് ഞങ്ങൾ വന്ന സന്തോഷത്തിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.